ലെറ്റ്സ് ഗോ വൈറ്റി ട്രോൾസ്. പിൻ കമന്റ് നോക്ക. എന്ത് പിൻ കമന്റ്? പിന്നൊന്നും ഇല്ലല്ലോ. എടാ നാളെ എങ്ങനെ വീണ് കഴിഞ്ഞാൽ ചാറ്റിൽ ഗുണവർത്താനം പറയല്ലേ. ദിസ് ഇസ് എ ലക്ക് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അയ്യോ പിന്നെ 40 പേരുടെ ഇടയ്ക്ക് അത് എടാ വിവരമുള്ളവർ മനസ്സിലാക്കിയാൽ മതി ബ്രോ. 40 ടീംസ് കളിക്കണ ഒരു ഓപ്പൺ ടൂർണമെന്റ് പബ്ജി പോലത്തെ ഒരു ഇത് സാധനം അല്ല ഇത്. ഇത് സോൺ എങ്ങോട്ട് പോകുന്നോ ഓരോ മാപ്പ് കളിച്ച് എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ്. നാളെ ഒരു ശരിക്കും പറഞ്ഞാൽ ലക്ക് പ്ലസ് സ്കിൽ എന്നുള്ള ഒരു കാര്യമാണ്. ഒരു ഭാഗ്യം കൂടെ വേണം. അത് ഒരു ഇടത്തിൽ കിടന്ന് കൊണ പറയുന്നവന്മാരുടെ അഭിപ്രായം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വിട്ടേരെ, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ, വിട്ടേരെ. വൈറ്റി ട്രോൾസ്. എന്താണോ ആവശ്യം അതറിഞ്ഞ് ചെയ്യുന്നവരാണ് കൂടപ്പുറപ്പ്. അത്രയും കിട്ടിയില്ല. കൂടെ പിറന്നവരല്ല കൂടപ്പുറപ്പ്, കൂടെ നിൽക്കുന്നവരാണ് കൂടപ്പുറപ്പുകൾ. അതാണ് എനിക്ക് എന്റെ കുട്ടിക്ക് ടിവിയിൽ നിന്ന് കിട്ടിയത്. കുറെ കൂടപ്പുറപ്പുകൾ കിട്ടി, കൂട്ടുകാരെ അല്ല. This hug was something personal, bro. ഗുലാനൊരു ഉമ്മോട്. ഗുലാന്റെ കവള് കിടലുമായിരുന്നു. സുന്ദരനാണ് കാണാനാടാ ചന്ദ്രന്. നല്ല വീഡിയോ. ദേജാവോ അടിച്ചോ നിനക്ക്? കൂടുതൽ വോയിസ് വന്നു. എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ പുലയാടി മോൻ. എന്തിനാണ് നിനക്കൊക്കെ? എന്താന്നാണ് ഇത്? നിന്റെയൊക്കെ പ്രശ്നം എന്തിന്? ആണോ ബാബുസായിട്ട് ജിമ്മിൽ കയറിയ ബോഡി കണ്ടോന്നോ? ശരിയാ, ബാബുസായിട്ട് കട്ടുണ്ട് വർക്കൗട്ടായി. അവൻ മേലെനിക്ക് പണിയൊന്നും എടുക്കത്തില്ലടാ. മേലെനിക്ക് പണിയൊന്നും എടുക്കത്തില്ല. അതവനല്ല. ആരാ വന്നേ? ബാബു ആണാ? നിന്റേതായതൊന്ന് നീ ജിമ്മിൽ കയറിയെന്ന് പറഞ്ഞു. ഇത് ഞാനപ്പോ 574 km/h സ്പീഡ്. പേടിച്ചു. അത് കണ്ട ഈ സീ നോക്ക്. ട്രെയിനാ, ബുള്ളറ്റ് ട്രെയിൻ. ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിലൊക്കെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാ. ബുള്ളറ്റ് ട്രെയിൻ കാണിച്ചു തരാം. അതല്ല ഈ പോയെന്ന് പറഞ്ഞ് കാണിക്കില്ല ആൾക്കാർ നിൽക്കുന്നത്. അത് ശരിക്കും ബുള്ളറ്റ് ട്രെയിൻ മാക്സിമം സ്പീഡ്. കണ്ട ജപ്പാൻസ് വേൾഡ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ 603 km/h. BBC ന്യൂസ്. കണ്ട ജപ്പാനിൽ അതാ. അതിന്റെ എയറോഡൈനാമിക്സ് ഒക്കെ നോക്ക്. കണ്ട അതിന്റെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത് കണ്ടോ? 599 600 km/h. 8 വർഷം മുമ്പ് ബാബു, 8 വർഷം മുമ്പത്തെ വീഡിയോ. 8 വർഷം മുന്നേ ആണോ? ജപ്പാനിലെ 8 years ago ജപ്പാൻസ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ. BBC ന്യൂസിന്റെ. ഇതെങ്ങനെ ഫേക്ക് ആവുന്നേ? ഇത് ഫേക്ക് അല്ല, ഇത് ഫേക്ക്. 8 വർഷം മുമ്പത്തെ വീഡിയോ. 603 km/h. 8 കണ്ട് പാമ്പ് പോലെ ഇരിക്കണം. നോക്ക്. അല്ല ഇതുള്ളതാ.
കാറ്റ് ഫ്രണ്ടിൽ തട്ടി മോളിൽ തെറിച്ചു. ഇവിടെ ജപ്പാനൊക്കെ ഇപ്പൊ 8 വർഷം മുമ്പ് എന്തോ ഒരു അഡ്വാൻസ്ഡ് ആണെന്ന് നോക്ക്. ഇപ്പോഴും ഇവിടെ വന്ദേ ഭാരതത്തില് സാമ്പാറിന് ഉപ്പില്ലെന്ന് പറഞ്ഞ് ഇവിടെ മറ്റേ ഫുഡ് ബ്ലോഗേഴ്സ് അടിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ അതാ സംഭവിച്ചോണ്ടിരിക്കുന്നത്. വന്ദേ ഭാരതത്തിലെ സാമ്പാറിൽ ഉപ്പില്ല, തന്ന കിഴങ്ങ് മറ്റേ അവിഞ്ഞതാ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ ചർച്ചാ വിഷയം ഇതാണ്. കണ്ട അവൻ വേണ്ട, അവിടൊക്കെ 600 കിലോമീറ്റർ പെർ അവർ ഓടിയ ട്രെയിൻ. പച്ചയ സത്യം. സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയല്ല. ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളിൽ എടുത്ത ചിത്രങ്ങളിലെ നല്ലത് നോക്കി മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യാത്തതൊക്കെ പരമ ബോറാണ്. ചിരിച്ചുകൊണ്ട് മോട്ടിവേഷൻ പറയുന്ന ഞാൻ 24 മണിക്കൂറും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. പലപ്പോഴും ദേഷ്യപ്പെടുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവമല്ല. പുതിയ കാർ വാങ്ങുന്നതും വീട് വെക്കുന്നതും ജോലി കിട്ടുന്നതും ഒക്കെയാണ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നത്. ലോൺ എടുക്കുന്നതും ജോലി നഷ്ടപ്പെടുന്നതും വിശന്നിരിക്കുന്നതൊന്നും ആരും സ്റ്റാറ്റസ് ഇടാറുമില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ഭാഗ്യവാന്മാർ പലരും നിങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളെ നേരിടുന്നവരാണ്. ഇന്ന് പലരുടെയും നിരാശയുടെ കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതങ്ങളെ വെച്ച് സ്വന്തം ജീവിതം വിലയിരുത്തുന്നതാണ്. അവിടെ കാണുന്ന ആളുകളുമായി തങ്ങളെയും പങ്കാളികളെയും ഒക്കെ കമ്പയർ ചെയ്യുന്നതാണ്. അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ കണ്ടിട്ട് സ്വന്തം വിജയങ്ങളുടെ നിറം മങ്ങിപ്പോകുന്നതാണ്. നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കുന്നതിനോളം, നിങ്ങളെ മറ്റാരുമായും കമ്പയർ ചെയ്യാതിരിക്കുന്നതിനോളം, നിങ്ങളുടെ ശരീരവും രൂപവും വ്യക്തിത്വവും ഒക്കെ നിങ്ങൾ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നതിനോളം വലിയ മോട്ടിവേഷൻ ജീവിതത്തിൽ വേറെയില്ല. അവസാനം ഒരു പള്ളിയിലച്ഛന്റെ ടോൺ വന്നു. കിടില കേട്ടോ, വിഷയ സാധനം. ഏത് ഡയലോഗ്, സത്യമല്ലേ കേസ്. നമ്മളിപ്പോ എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ലൈവ് കാണുന്ന 3 മണിക്കൂറോ 4 മണിക്കൂറോ എന്റെ കാര്യങ്ങൾ നിനക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കണം, എന്റെ ലൈഫിലെ വിഷമങ്ങളും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ അല്ല ഈ പറയണം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പേഴ്സണൽ കാര്യങ്ങളൊന്നും ശരിയല്ല. ശരിയാ, നമ്മൾ അതിൽ നിന്നൊക്കെ സോർട്ട് ചെയ്ത് നല്ലതാണ് പോസ്റ്റ് ചെയ്യണത്. സത്യമാണ്. അതിന്റെ കാശുകാരനാണെങ്കിൽ കഷ്ടപ്പെടണം, മനസ്സിലായ? ലൈഫിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്കില്ലെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനു വേണ്ടി നമ്മൾ പോരാടണം. ഭാഗ്യം വേണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സക്സസ്ഫുൾ ആയിട്ട് വന്നിരുന്നവൻ എന്തും കുണയ്ക്കാം. അവൻ ഒന്നും പറയാനോ ഒന്നും ചിന്തിക്കാനോ ഇല്ല. കഷ്ടപ്പെടുന്നവരൊക്കെ അറിയാം എന്റെ കഷ്ടപ്പാട്. എത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും ആവാത്ത എത്രയോ മനുഷ്യരുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ഒരുത്തൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിന് വേണ്ടത് മിനിമം കുറച്ച് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, നമുക്ക് ഉണ്ടാകുന്ന നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ചാനൽ ഒരു സ്കില്ലുണ്ടെങ്കിൽ അതിനെ പോളിഷ് ചെയ്ത് സെറ്റാക്കുക. ഇങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സക്സസ്ഫുൾ ആക്കുന്നത്. സത്യം മാത്രം. ഇന്ന് മോട്ടിവേഷൻ ദിവസമാണ്. എക്സാം ടൈം മോട്ടിവേഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. സ്പെഷ്യൽ മോട്ടിവേഷൻ ഡേയ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടാ. നമ്മുടെ കണ്ടന്റിന്റെ മെയിൻ മോട്ടിവേഷൻ ആണ്. പ്ലഗ് ഇൻ യുവർ iPhone. അസീം കിടിലം പാട്ട്. വില്ലെത്തിയ ശരിക്കും പറഞ്ഞ ഇത് അങ്ങനെയല്ല. We are welcoming Mamukutti to TV. അത് കൊള്ളാം. അത് കൊള്ളാം. അത് സീൻ അല്ലെങ്കിൽ മറ്റേത് പെൺ ക്യാരക്ടർ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു RP ഇതില് മാച്ച് ആയി പോകത്തില്ല. അതാ മറ്റേ ഒന്നിനും ഗുണമില്ലാത്ത വന്നു കേട്ടാ. നിന്നെ പറഞ്ഞത്, നിന്നെ കെവിനെയാണ് എടുത്തു പറഞ്ഞ. കെവിനെ ഓൾഡ് മിലിറ്ററി ഓഫീസർ. ഏതാ കളിയല്ലേ അണ്ണ? Just secured Sector Echo. Oh, there he is. Oh, really? Really?
You're going to use a DMR, SBD, SBK on me? Really? See, buddy, I don't miss. You fuck. That's a running headshot. Another running headshot. Bada bing, bada boom. Go ahead. Oh my God. ഈ ഗെയിം ബ്രോ ആ? ബുള്ളറ്റ് ഡ്രോപ്പ് ഒക്കെ ഭയങ്കര ആ, ഒറിജിനാലിറ്റി എനിക്കറിയാം. എന്റെ അമ്മ ഇങ്ങനെ വേറെ വയസ്സാങ്കാലത്ത് അങ്ങേറെ അടി. അണ്ണ എത്ര വയസ്സാകുമ്പോ ഇങ്ങനെ അടിക്കുവോ? നീ വീട്ടിലോട്ട് വാ, ഞാൻ അടിച്ച് കാണിക്കാം. അതെ, ഞാൻ ആ പ്രായം വീട്ടിൽ ചെന്നാ മതി. എന്നെയാണല്ലോ കൂട്ടുകാരനാണ്. This girl has the best job in the world as she is motion capture actress. In this special suit, she performs various movements that are later applied on characters in games or movies. And even though this girl makes it look completely easy, this job is not for everyone because every move she makes is incredibly smooth and full of emotions, which is impossible for most people. She is so dedicated to her role that she even learned how to teleport. If you know any of these animations, subscribe. അത് ഇതല്ലേ ഇമോട്ട്, എടാ നമ്മുടെ ഇമോട്ട്സ് അതല്ല അല്ലല്ല ആ TP ചെയ്തോലെ കാണിച്ചത് അത് ഒറിജിനൽ ആണോ ഫാസ്റ്റ് ഫോർവേഡ് ആണോ? Dedicated to her role that she even learned നമ്മളെ കാണുന്ന ഇമോട്ട്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ how to ഇങ്ങനെയാണ് teleport. ഡിസൈൻ ചെയ്യണം കേട്ടാ. If you know any of these animations, subscribe. എനിക്ക് തോന്നില്ല അത് ഫാസ്റ്റ് ഫോർവേഡ്. അത് ഫാസ്റ്റ് ഫോർവേഡാ. ഇത് സരക്കിന്റെ ഫോട്ടോ സരക്കണ്ട ഫോട്ടോ സരക്കണ്ട അത് കോളോ ഫ്രണ്ട് നീ പ്രൊഫഷണൽ ഡ്രൈവർ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. കോളേജിൽ വിളിക്കുന്നല്ലേ? ഓ ഇത് എന്നെ വിളിച്ചാലോ രാത്രി. എടാ അതെ, ഇവിടെ ഞാൻ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിലാ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നടാ, അതുകൊണ്ട് വിളിച്ചാണേ. എടാ, ഇഫ് യു ആർ ഗോയിങ് 80 km/h and you are approaching a residential area, you accelerate, you keep your speed. If you do not pass other vehicles, you slow down, you keep your speed. ഇതിൽ നീ ഏത് ചെയ്യും? You accelerate, അത്രേ ഉള്ളൂ. You failed. You weren't ready to. എടാ വെച്ചിട്ട് പോ പട്ടി. അവന്റെ ബുദ്ധിയില്ലാത്തതൊക്കെ എന്തിനു ചെയ്യണം? അയ്യോ ഇജാതി മൊണ്ണയൊക്കെ അത് ലോക്കം ചെയ്തത് എന്നെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, എന്നെ ഇനി കോടീശ്വരനെ വിളിച്ചാലും ഞാൻ ഇതേ പറഞ്ഞു കൊടുക്കുള്ളൂ, ഒരു സംശയം വേണ്ട. അയ്യോ അങ്ങനെ ഒരുത്തൻ സ്മാഷ് ദ വിൻഡോ റിയാക്ഷൻ. ഓ ഞാൻ ഗ്ലാസ് പൊട്ടില്ല, ആദ്യം കണ്ടായിരുന്നു. ഓ കാറിന് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചോ എന്റെ അമ്മ. ഈ വുമൻസ് ഇത് IPL ഒക്കെ കാണാൻ ഇഷ്ടം പോലെ ഫുൾ ക്രൗഡഡ് ആണ് ഇപ്പൊ സ്റ്റേഡിയം ഒക്കെ. ഭയങ്കര ഡിഫറൻസ് വന്ന കേട്ടാ. WPL അല്ലേ അണ്ണാ? ഇതൊന്ന് ട്രൈ ചെയ്താലോ? അതെന്തോടാ? ഹലോ, ടൈപ്പിംഗ് സ്പീഡിനായിരിക്കും അല്ലേ അത്? നൈസ്, കൊള്ളാം, സാധനം കൊള്ളാം. പക്ഷെ ഗെയിം കളിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല. ഓ ഇല്ല, പ്രപ്പോസ് ചെയ്താൽ ഞാൻ ഇനി എന്തിനു പ്രേമിക്കണത്? നീ പ്രേമിക്കണ്ട. ഒരു മിനിറ്റ് എന്തോന്ന്? എന്റെ പൊന്നു മമ്മി, ഞാൻ ഈ വീട്ടിൽ രാവിലെ എന്തോന്ന് ചെയ്യണത്?
രാവിലെ 6 മണിക്ക് എണീച്ച് പണിക്ക് പോയാൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കച്ചി കളിക്കല്ലോ ചെയ്യുന്നത്. പിന്നെ എന്തിരി കൊണ്ടാകാം ഇത്ര നേരം പാത്രം കഴിവണം, തറ ഉടക്കണം, തൂക്കണം. ഞാൻ എനിക്ക് സമയം വേണ്ടേ? ഈ ചിരി അടുക്കള കരി പോയാൽ ജീവിതം. ഞാൻ എന്തെങ്കിലും ഒരു നല്ല ജോലി വന്ന് പെങ്കൊച്ചു വന്ന് വിളിക്കാൻ ഞാൻ കൂടെ ഇറങ്ങി പോകും. അപ്പൊ കാണാം. ലൂഡോ ഭാരത ഇത് എടാ കെവിനെ കൊണ്ട ഇറങ്ങിപ്പടാ. അണ്ടി വലിയനെയൊക്കെ എടുത്ത് കണ്ടിക്കളാ. അവിടെ ഇരുന്ന് കൊറിയൻ തൊണ്ട് എന്തോ കണ്ടോണ്ടിരിക്കണ്. കൊറിയൻ തൊണ്ട് കണ്ടോണ്ടിരുന്ന ഞാൻ വല്ല വിളിച്ചു പറയട്ടാ. ലൂഡോ ഗെയിം ഞാൻ ഇതുവരെ ലൂഡോ കളിച്ചിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ കളിക്കുന്നതെന്ന്. അടുത്ത പ്രാവശ്യം നമുക്ക് മീറ്റപ്പിന് കളിക്കാം. That one friend who always get 1 or 2 in dice. എടാ ഇത് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കളിച്ചിട്ടില്ല, ലൂഡോ കളിച്ചിട്ടില്ല. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എനിക്ക് അതുകൊണ്ട് ഇത് മനസ്സിലാവില്ല. ഓട്ട ബക്രയുടെ സത്യമായിട്ട് ഞാൻ ലൂഡോ കളിച്ചിട്ടില്ലടാ. ഞാൻ ലൂഡോ കളിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ലൂഡോ കളിച്ചിട്ടില്ല. അയ്യോ സത്യം. ഓ യൂണിഫോം കളർ ഡ്രസ് ഇട്ട് സ്കൂളിൽ പോവാന്ന് പറഞ്ഞ അന്നത്തെ എടാ മോനെ സിനിമ നടന് കിട്ടൂല. ആ എക്സ്പോസർ സ്കൂളില് സിനിമ നടന് കിട്ടൂല. ബർത്ത്ഡേ വരെ കാത്തിരിക്കും ഒരു പാക്കറ്റ് മുട്ടായിയും കളർ ഡ്രസ്സും ഇട്ട് സ്കൂളിൽ പോവാൻ. അന്നത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫിയർ എന്തുവായിരുന്നു അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ദൈവമേ ബർത്ത്ഡേ ബുധനാഴ്ച ആയിരിക്കല്ലേ എന്നാണ്. അതെന്താ? അല്ല ബുധനാഴ്ച എന്നാ ഒരു ദിവസം കളർ ഡ്രസ് ഉണ്ടല്ലോ ഒരു ദിവസം നമുക്ക്. CBSE-ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടല്ലോ. കളർ ഡ്രസ് ഉള്ള ദിവസം ആയിരിക്കല്ലേ എന്നാണ് പ്രാർത്ഥന. അതായത് കളർ ഡ്രസ് ഉള്ള ദിവസം ആണെങ്കിൽ എല്ലാവർക്കും ഇത് ഇടാൻ പറ്റും. അതാണ് മനസ്സിലായ? അതൊക്കെ ഒരു കാലോടാ. ഓ ലീഡറൊക്കെ എന്ന് പറഞ്ഞാ എൻ്റെ അമ്മോ. പിന്നെ നമ്മൾ അൾട്ടിമേറ്റ് ആണ് ക്ലാസ്സില്. CBSE ഛർദ്ദിക്കാൻ. നിനക്ക് എന്താ ഛർദ്ദിക്കാൻ വരുന്നേ? ഇവിടെ സ്റ്റേറ്റ് കൊള്ളത്തില്ലെന്നും എല്ലാം പറഞ്ഞു. അപ്പൊ CBSE കൊള്ളത്തില്ലെന്നും പറയണ്ട. എല്ലായിടത്തും പഠിച്ചേ ഞാൻ. എടാ CBSE-യിൽ അത്രയ്ക്ക് ഇതൊന്നും അല്ല. CBSE പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതായി പോയില്ലേ? കണ്ടില്ലേ വലിയ കാര്യമൊന്നും വഴി പഠിച്ചില്ലേ CBSE പഠിച്ചിട്ടും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായ? CBSE പഠിച്ചാലും സ്റ്റേറ്റ് പഠിച്ചാലും മൂഞ്ച ഉള്ളത് മൂഞ്ചും. CBSE പഠിച്ച എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ? സ്റ്റേറ്റ് പഠിച്ച എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എവിടെ പഠിച്ചാലും നിന്റെയൊക്കെ കുണം നന്നായ നീയൊക്കെ നന്നാവും. അല്ലാതെ CBSE വണ്ടി സ്റ്റേറ്റ് വണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. CBSE പഠിച്ചാലും എവിടെ പഠിച്ചാലും നിന്റെയൊക്കെ കുണം നന്നായ നിനക്കൊക്കെ നീയൊക്കെ രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് CBSE സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് തമ്മിൽ തല്ല്. ഇയാളുടെ പേര് ലിയോ. ബാഡാസ് ലിയോ സന്തോഷ്. പന്നച്ചന്തി. ഇത് നമ്മള് ഒരു മാസം ഇറങ്ങിയ സാധനം ഓർമ്മയുണ്ട? പന്നച്ചന്തി. അയ്യോ അണ്ണന്റെ റീലിലെ BGM-ലെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ് വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലൻ ഇൻ ആനിമി. അറിയായിരുന്നോ? ഇതാ ആ പയ്യൻ റീലിനകത്ത് ഇട്ടതല്ലേ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, കാർട്ടൂണിനും BGM ഉണ്ട് എന്ന് കരുതി BGM യൂസ് ചെയ്യലെന്നുള്ള കോപ്പിറൈറ്റ് ഒന്നും ഇല്ലല്ലോ. അല്ല പിന്നെ കാർട്ടൂണിനും എന്തിനുള്ള ആനിമി ഇഷ്ടമല്ലാത്ത ആനിമി BGM യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊന്നും പറയത്തില്ല. കാർട്ടൂണിലും പാട്ടുണ്ട്, കാർട്ടൂണിലും പാട്ടുണ്ട്. നമുക്ക് ഇഷ്ടമല്ലെന്ന് പറയാൻ നിങ്ങളാര്?
നിങ്ങളാര് ഉണ്ടാക്കിയവര് പറയട്ടെ ഉപയോഗിക്കണ്ടെന്ന്. ഇതിന്റെ ഓണേഴ്സ് കോപ്പിറൈറ്റ് എടുക്കട്ടെ, ഞാൻ റിമൂവ് ചെയ്യാം. ഓണേഴ്സ് കോപ്പിറൈറ്റ് എടുക്കട്ടെ, ഞാൻ റിമൂവ് ചെയ്യാം. അല്ലാതെ വഴി പോയി അണ്ണാമണ്ടി പറയുമ്പോ അത് റിമൂവ് ആക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമുക്ക് പ്രശ്നമുണ്ട്. നമുക്കെന്ന് പറഞ്ഞാ നമ്മൾ ആനിമേ ഫാൻസിന് പ്രശ്നമുണ്ട്. ഏത് ആനിമേ ഫാൻസ്? പേപ്പർ കട്ടിങ് പറഞ്ഞേ. കൽപ്പാത്തി ടു കാലിഫോർണിയ, പൂർണിമയുടെ ഗെയിം ജേണി. പൂർണിമ സീതാരാമൻ. വെറുതെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കരുത്. ഈ പല്ലവി കേട്ടിട്ട് കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള അച്ഛനമ്മമാരെല്ലാം പാലക്കാട് കൽപ്പാത്തിയിലെ പൂർണിമ സീതാരാമന്റെ കഥ കേൾക്കണം. ലോകം ഇത്രത്തോളം ഡിജിറ്റൽ അല്ലാത്ത കാലത്ത് ഗെയിം രൂപകൽപ്പനയെ കുറിച്ച് പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച് ഈ രംഗത്ത് തുടക്കം കുറിച്ച പൂർണിമ ഇപ്പോൾ US-ലെ കാലിഫോർണിയയിൽ സ്വന്തമായി ഗെയിം ഡെവലപ്പിംഗ് ടീമിനെ മാനേജ് ചെയ്യുകയാണ്. വെരി ഗുഡ്. WW എന്താടാ നിനക്ക് എന്താടാ? ഈഗിൾ ഗെയിമിംഗ് ബ്രോ സൊല്യൂഷൻ ഫോർ PUBG ക്രാഷ്. ഇത്രയും ചെയ്യുമ്പോ ലൈവ് എൻഡാവും, PCയും കത്തും. ഞാൻ ഇത് ചെയ്തു നോക്കാം. കഷ്ടപ്പെട്ടല്ലേ It's TV. ഇത് മെയിൻ ലൈനപ്പ് കളിച്ച POV. നൈസായിരുന്നു. ഓക്സി അല്ലേ ഇത്? ഓക്സി അല്ലേ? ആണ്. ഇത് ഓക്സിയാണ്. ഇത് ഓക്സി അല്ലേ? ദാമു അല്ല, ദാമു സാധാരണ ഒരു ചിറകൊക്കെ ഇട്ടല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് നൈസ് കളിയായിരുന്നു കേട്ടോ, നൈസ് കളിയായിരുന്നു. ഒക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു, നല്ല കളിയായിരുന്നു. Look familiar, it shouldn't. We are revealing a new agent during the final match at VCT Masters Madrid. Turn up and watch it live on March 24. മാർച്ച് 24 പുതിയ ഏജന്റ്. സൈക്കോ എന്തോ പറ്റി മയിരെന്നു. സ്റ്റാർട്ട് പണ്ടും പണ്ടത്തെ സൈക്കോനെ ഓർമ്മ വന്നു. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്തിട്ടാന്ന്, എനിക്കറിയില്ല. ഞാൻ കുറച്ച് ഭയപ്പെട്ടതേ ഉള്ളൂ, ബാക്കിയൊക്കെ സേവാ. പുള്ളിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കേട്ടാ. പ്രശ്നം ചേച്ചി ഒരു അറ്റ അടിയായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന ഡാനി ചേച്ചി എന്ന് പറഞ്ഞാൽ മുത്താണ്. ഡാനി ബ്രോ Yeah, report her, dude. I would as well. In front of me. നമ്മളതെടുത്ത് നമ്മളെ ഞാൻ ഒരു കാര്യം പറയാം. അതിന്റെ ഇതുണ്ട്, ബുള്ളറ്റ് ഉണ്ടല്ലോ. ബുള്ളറ്റ് കിട്ടത്തില്ല ഇതിന്. ബുള്ളറ്റ് കിട്ടത്തില്ല. സിംഗിൾ ടൈം യൂസാ. അല്ല, അടുത്തൊരു സാധനം കിട്ടത്തില്ല ഇങ്ങനെ പടപട. ഇത് സിംഗിൾ അത് മോർട്ടാറല്ലേ? ഇത് രണ്ടെണ്ണം കിട്ടിയത്. രണ്ടെണ്ണം എടുത്തായിരിക്കും. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു. Keeping it to myself. എടാ, ഞാൻ ഇവളുടെ ഇത് കാണുമ്പോഴേ, ഞാൻ ഇവളുടെ ഗെയിം പ്ലേ കാണുമ്പോ ഞാൻ ആലോചിക്കും നമ്മളൊക്കെ ഏത് ഇതിലോ കളിക്കുന്നേന്ന്. ഇവർ റാങ്കഡിൽ ഇങ്ങനെ അടിക്കുന്നതൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. എന്റെ അമ്മോ. മിസ്റ്റർ വിഷി കാർസ്
എന്റെ ഭയങ്കര ഫേവറേറ്റ് വണ്ടിയായിരുന്നടാ പജീറോ. ഇതിന്റെ മറ്റേ കളറാ റെഡ് വരുന്നതില്ലേ എന്റെ അമ്മോ. ഇതെനിക്ക് ഫോർച്യൂണറിന് ഇനോവയ്ക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടായതുപോലെ തോന്നണേ. കുറച്ച് ഫോർച്യൂണർ, കുറച്ച് ഇനോവ. ഈ വീഡിയോ ഇവിടം വരെ ഓക്കെ, ഇവിടം വരെ ഓക്കെ. ഫോർച്യൂണർ കാർബണി അല്ല നമ്മുടെ ഇവിടെ സെഡോണി ചെയ്തു തരാം. പറയുമ്പോൾ ഈഗിൾ പ്രോ ചെയ്തു തരും. ഓ നമ്മള് പൈസ ഒന്നും പറഞ്ഞിരിക്കുവായിരുന്നു. ഇല്ലല്ല നമ്മൾ ചെയ്തുതരാം ബാബു. ഞാൻ ചെയ്തുതരാം. ഡിസൈൻ ഞാൻ ചെയ്തുതരാം. കിടുക്ക് സാധനം ഞാൻ ചെയ്തുതരാം. കിടുക്ക് സാധനം ആണോ? സെറ്റ് ഫോർച്യൂണറേക്ക് ചെയ്യാം. ഓക്കെ ചെയ്യാം. ഇത് ഈ പജീറോയ്ക്ക് വേറെ ഫാൻ ബേസ് ആണ് മോനെ. ഇപ്പൊ വേണ്ടതെന്ന് ഞാൻ പറയണില്ല. പാർട്ട് 2 എന്നാ പാർട്ട് 1 and 2 മുകളിലുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണണേ. ഓക്കെ പാർട്ട് 1 ഇതാണല്ലേ. ഓക്കെ ഒരു വിലയില്ലടാ അതിനൊന്നും. ഇപ്പൊ ഐഫോണൊന്നും ഒരു വിലയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. കടം വാങ്ങിച്ചും മറ്റേ പലിശക്കിട്ടും കിട്ടുമോ? സത്യം പറഞ്ഞാ നീ കാണാൻ പോണല്ലേ. മറ്റേ സാംസങ്ങിന്റെ പ്രൊമോഷൻ തുടങ്ങിയത് തൊട്ട് S24 എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയും. ഐഫോണും ആണ്. ഞാൻ പോണേണ്. ക്യാമറ ഓണാക്കി പോയി. ഐഫോണും ആണ് ഏറ്റവും മാർക്കറ്റ് കുറഞ്ഞ 2 ഫോണുകളെന്ന് പറഞ്ഞാൽ. സാംസങ്ങിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഭയങ്കര ശോകമാണ്. ഈ ഫോൺ കൊടുത്തിട്ട് ഇത് ഫോൺ കൊടുത്തിട്ട് ഇത് മനസ്സിൽ പോലും ചിന്തിക്കൂല. അതുകൊണ്ട് ആ ഡിപ്പിലാണ് ഇടയിൽ കഞ്ഞി വെക്കുന്നത്. അല്ലല്ലോ സുനി വന്നില്ല. സത്യം സുനിമ വന്നില്ലടാ. ഇപ്പോഴത്തെ സൂര്യനാരായണ പറഞ്ഞാൽ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. ഒരിക്കലും ഇതാര് സീക്കിയതല്ലേ ഇത്? മറക്കാൻ കഴിയാത്തൊരു കാലം. മറ്റേ ആളല്ലേ ജിങ്കൻ. ഡിങ്കനാ? നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് ഉള്ളിൽ നിന്നെ തൊണ്ടേ കയറും. അതല്ല സന്ദേശിക്കണോ? ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ഞാൻ മാത്രല്ലേ വരില്ല. തെറ്റിപ്പോയി. ഞാൻ അതാണ് പറയാൻ വന്നത്. പക്ഷെ ഇതാണല്ലേ അടുത്തത്. പണ്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഇതൊന്നും കാണത്തില്ല. അതുകൊണ്ട് തെറ്റിപ്പോവും. പറയാൻ വന്നത് അതും തിരിഞ്ഞുപോയി. ഇങ്ങോട്ടൊന്നും പണയണ്ട. ഫോക്സിന്റെ ചാറ്റിൽ ഗേൾസ് ഒക്കെ വന്നു തുടങ്ങിയല്ലോ. ഇനി ഞാൻ ബ്രൈറ്റ് ഫോക്സ് ഇസ്ലേ പറുദീസയിലേക്കൊരു കാൽപാത. ഇത്ര ചാട പാടില്ലാട്ടോ. മറ്റേ കുറച്ച് പെമ്പിളാർ ഇവിടെ ഉണ്ട്. എനിക്ക് അവരെ വേണം. എനിക്ക് അവരെ അങ്ങനല്ല. ഐ മീൻ അതല്ല. എനിക്ക് അവരെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാ അവരെന്റെ പറഞ്ഞതിന് വേറെ മഴവില്ലഴക്. ഞാൻ പറയട്ടെ. അല്ല ഈ ചാറ്റിലുള്ള പെമ്പിളാരൊക്കെ സഹോദരിയാണ്. ചാറ്റിലുള്ളവരൊക്കെ എന്റെ കൂടെയുള്ള എന്റെ വൈബിലുള്ളവരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എന്ത് ഹലാക്കാണത്. നല്ല ട്രോളർ. കിട്ടില്ല വീഡിയോ നല്ല വീഡിയോ ബ്രോ, നല്ല വീഡിയോടാ, നല്ല വീഡിയോ. അടുത്ത വീഡിയോക്ക് എത്തിട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഇത് ഒന്നും പറയണ്ട. പയ്യന്റെ ഡാഡി അറിഞ്ഞാൽ സീനാവും. അടുത്ത ഡ്രോൺ ഡ്രൈവർ ഡൗൺ. അല്ല ഉൾനോട്ടിന് പോയി തള്ളം. ഗൺ പവർ. സത്യല്ലേ? വായിക്കാത്ത അവന്റെ ഒക്കെ വായിക്കാത്ത. എടാ വേറൊരു കാര്യം കണ്ടായിരുന്ന നീ? മറ്റേ ഇവന്മാരുടെ മെയിൻ പരിപാടി ഇപ്പൊ എന്താന്നറിയോ? നമ്മുടെ സ്കൈയുടെ ലൈവിൽ ചെന്നിട്ട് ലൈവില് പല പ്ലാറ്റ്ഫോമുകളിൽ ലൈവ് ഇട്ട് സെർവറിനെ ഡീഗ്രേഡ് ചെയ്തവർക്ക് പെർമനന്റ് ബാൻ കൊടുക്കുന്നില്ലേ ബ്രോ എന്ന്. ഇപ്പൊ അതാണ് സ്കൈയുടെ ചാറ്റിൽ ചെന്നിട്ട് ചില അണ്ണന്മാരുടെ മെയിൻ പരിപാടിയാണ്. ഞാൻ ആരാന്ന് പറയണില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരാണെന്ന് പറയണില്ല. അച്ചിപ്പട്ടികള് മാർക്ക് ഇവിടുന്ന്. അതെ സ്രാങ്കിന്റെ അണ്ടി. എന്റെ ആളിയ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. വരച്ച് നല്ലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ വരയ്ക്കാൻ പറ്റട്ടെ. വളരെ വെരി ബെസ്റ്റ് ബ്രോ. അന്നു ആർട്സ് മാജിക്. ഇമാതിരി നിങ്ങൾ അവിടെ കൊണ്ട് ഇട്ടേക്കരുത്, കളഞ്ഞേക്കണ ഇതൊക്കെ മോഡറേറ്റേഴ്സ്. മാജിക് കറക്റ്റ്. ഇത് എന്റെ ചന്ദ്രന്റെ അച്ഛനാണ് ഇത്. നോട്ട് ജസ്റ്റ് എ ഡയലോഗ്. ഞങ്ങളുടെ പാർട്ടി, നിന്റെ ഈ പാർട്ടി ഉണ്ടല്ലോ, അത് എന്റെ പാർട്ടി ആയിരുന്നു ഒരു കാലത്ത്. അറിയോ നിനക്ക്? പാർട്ടിക്ക് വേണ്ടി ഞാനും കുറെ പേരെ തല്ലിയിട്ടുണ്ട്. ഒടുവിൽ എന്റെ കാലത്ത് തല്ലി പിടിച്ചപ്പോ ഒറ്റ പട്ടി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്റെ ഒക്കെ ഗതി തന്നെയാണ്. മറക്കണ്ട. സത്യം. കണ്ണീരനകത്തേത് കുടികളവിടെ ഏത് പ്രസ്ഥാനോടെ 100% കാര്യം. കൊടി പിടിക്കാനും വടി പിടിക്കാനൊക്കെ ഞാൻ ഇന്നലെ ഒരു കമന്റ് ഇട്ടായിരുന്നു. കൊടി പിടിക്കാനും വടി പിടിക്കാനും ഒക്കെ നടക്കുമ്പോൾ ജീവിതം പോകുന്നത് നിങ്ങൾക്ക് മാത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ നഷ്ടം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം. ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു പാർട്ടിയെ ഒപ്പോസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ അത് നിന്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമായിരിക്കും. മനസ്സിലായ? അത് ആലോചിച്ചിട്ട് വേണം എന്തിനേലൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. Realme G2 പ്രൊമോഷൻ ഊക്കൽ. Realme G2 ഫോൺ ഗെയിമിംഗ് ആണോ കളിക്കാൻ? എടാ സത്യം ഒരു കിടിലൻ ഡിവൈസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് താങ്ങത്തില്ല. അതാ സീൻ വരുന്നത്. S23 Ultra എന്ന് പറയും. അങ്ങനെ സീൻ സാധനമാണ്. വെറുതെ ഒന്ന് വെച്ചു കൊടുത്താൽ നീ എനിമിന്റെ മുന്നിൽ ചെന്ന് നീ റാങ്ക് 2 ഇവന്റിൽ ചെന്ന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ആ മൊബൈൽ ഇങ്ങനെ പോയി അടിച്ചോളൂ. എല്ലാരും പോയിട്ട് മൊബൈൽ എനിമീനൊക്കെ പോയി അടിച്ചോളൂ. നീ ഒന്നും ചെയ്യണ്ട. നീ ജസ്റ്റ് ഒന്ന് ജോയിസ്റ്റിക്ക് അനക്കി കൊടുത്ത് ഒന്ന് ഫയർ ബട്ടൺ ഞെക്കി കൊടുത്താൽ മതി. പിന്നെ എനിമീനെ ഒന്ന് കാണുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് വെടിവെച്ചാൽ മതി. ആ ബുള്ളറ്റ് ഒക്കെ ഇങ്ങനെ പോയി കയറും. ഒന്നും നോക്കണ്ട. ഉള്ള കാര്യം പറയാലോ. സീൻ ഡിവൈസ് മയിരേ. എന്നിട്ട് നീ എന്നിട്ട് ഐഫോണിൽ ലൈവ് ചെയ്യും അല്ലേ? ആണ്ടിലൊരിക്കൽ സാംസങ്ങിന്റെ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം അവൻ ആ ഫോൺ വെച്ച് കളിക്കും. അല്ലാത്തപ്പോ എല്ലാം ഫുൾ ടൈം ഐഫോണിൽ കളിക്കും. എല്ലാവന്മാരും ഇത് തന്നെ ഗെയിമിങ്ങിന് നല്ലതാണ്. തീട്ടമാണ് ഗെയിമിങ്ങിന് വെറും തീട്ടമാണ്. അതായത് എടുക്കുമ്പോൾ ഇത്രയും വില 1.5 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ എടുത്ത 10 ദിവസം കഴിയുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ, ഈ പറയണതുപോലെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെ ലാഗ്, 60 FPS പോലും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടൂല. അപ്ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ 100 വട്ടം കാഷ്വലായിട്ട് ഡെയിലി ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കളിക്കുന്നവർക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് മറ്റേ ക്യാമറ എല്ലാം കിടലുമായിരിക്കും. ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ ഒക്കെ കിടലുമായിരിക്കും. കാഷ്വലായിട്ട് കളിക്കാനാണ് നൈസ് ആയിരിക്കും. പക്ഷേ
സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു ദിവസം 6 മണിക്കൂർ ലിമിറ്റ്, ഈ 6 മണിക്കൂറും കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ നെവർ ഇൻവെസ്റ്റ് ഇൻ ആൻഡ്രോയിഡ് ഫോൺസ്. ഞാൻ ഇപ്പോഴും പറയാം, നെവർ ഇൻവെസ്റ്റ്. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഐഫോൺ തന്നെ എടുക്കുക, ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഐഫോൺ തന്നെ എടുക്കുക. അല്ലാതെ ഞാൻ പറയണത് കുറച്ച് ബഡ്ജറ്റിലാണ് നിങ്ങൾ താഴെ കുറഞ്ഞ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോ, IQ അങ്ങനത്തെ ഫോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല. IQ ഒക്കെ കുഴപ്പമില്ല. പക്ഷെ ബഡ്ജറ്റില് ഈ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഐഫോണിലെ ഇൻവെസ്റ്റ് ചെയ്യാവും. ഈ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഐഫോണിലെ ഇൻവെസ്റ്റ് ചെയ്യാവും. അതിന് കാരണം വേറൊന്നുമല്ല, ആൻഡ്രോയിഡ് iOS തമ്മിലുള്ള സോഫ്റ്റ്വെയറിന്റെ OSന്റെ ഭയങ്കര ഡിഫറൻസ് ആണ്. തർക്കിക്കാനൊന്നും പറയണല്ല. ഞാൻ അങ്ങനെ എനിക്കിപ്പോ ആപ്പിളിനെ പ്രൊമോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒന്നും കിട്ടാനില്ല. ഞങ്ങൾക്കൊന്നും ആപ്പിളിന്റെ ഒന്നും അല്ല. ഇത്രയും നാളത് കളിച്ചുകൊണ്ട് പറയുക, ഇത്രയും നാളത് കളിച്ചതിന്റെ എക്സ്പീരിയൻസ് അല്ലേ പുറത്ത് പറയുകയാണ്. iOS ആണ് ബെറ്റർ. എത്ര പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ iOS ആണ്. അത് അതിന്റെ ആപ്പിന്റെ ഒപ്റ്റിമൈസേഷൻ കൂടെയാണ് ബ്രോ. iOSനെ പൊക്കി പറയുന്നതല്ല, അത് കളിച്ച് രണ്ടും കൂടെ കളിച്ച് ഡിഫറൻസ്. ഗ്രീൻ ടീ ലേ ബാബു സേട്ട്. ഒരു പാനീയം എന്ന നിലയ്ക്ക് ഞാൻ ഇന്ന് വളരെ അസ്വസ്ഥതനാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തെ ജാല വിദ്യകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി തിന്നിട്ട് ഗ്രീൻ ടീ കുടിച്ച 6 പാക്ക് വരുമെന്നാണ് ചില സഹോദരന്മാരെ വിചാരം. അത് എന്തൊരു വിചാരം? അത് അങ്ങനെയൊക്കെ വിചാരിക്കാം. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിചാരിക്കും? ഒരു തേയിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. തേയില നല്ല ഏതൊരു ഇലയ്ക്കും അതിൻ്റെതായ പരിമിതിയുണ്ട്. വാഴ ഇല കൊണ്ട് ആറ്റം ബാബു, ഏതൊരു ഇലയ്ക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ടെന്ന് പൊതിയോ നിങ്ങൾ ഇല്ല. അതുപോലെ തന്നെ തേയിലയിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കരുത്, മനസ്സിലായില്ലേ? ഒരു ബക്കറ്റ് പോത്ത് ബിരിയാണി എന്നിട്ട് 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചിട്ട് എല്ലാം ശരിയായെന്ന് പറഞ്ഞിങ്ങനെ സത്യം. ലോറി ഇടിച്ചവന് വിക്സ് മണപ്പിക്കാൻ കൊടുക്കുന്ന കണക്കത്തെ ഒരു പ്രൊസീജിയറാണ്. നിങ്ങൾ പെപ്സി തന്നെ കുടിച്ചാൽ ശരിയായെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും. ലോറി ഇടിച്ചവന് വിക്സ് മണപ്പിക്കാൻ കൊടുക്കുന്ന കണക്കത്തെ ഒരു പ്രൊസീജിയറാണ്. മനസ്സിലായി? നിങ്ങൾ പെപ്സി തന്നെ കുടിച്ചാൽ മതി. ഇങ്ങനത്തെ തീറ്റി തിന്നുന്നവര് പെപ്സി തന്നെ കുടിക്കുന്നതാണ് അതിന്റെ ഒരു ന്യായം. വെറുതെ നമുക്ക് പേരുദോഷം കേൾപ്പിക്കല്ലേ സഹോദരങ്ങളെ. നമ്മളില്ല ഇതിനൊന്നും, നമ്മളില്ല ഇതിന്. സൈഡ് നോക്കാം, കണ്ട് നാരങ്ങ സ്പൂണും ഇടം ഡീറ്റെയിലിങ്. എടാ ഞാൻ വേറെ പ്രേമലുല അല്ല ബ്രോ, പ്രേമലുല ഇവരുടെ വീഡിയോസ് കാണാറില്ലേ? ഞാൻ പ്രേമലുലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പേ കാണാറുണ്ട്. ചൂരൽ കാണാറില്ല? പുള്ളിയുടെ കിടിലാണ് ചൂരല്. ഇവര് പോയി മറ്റേതിൽ തല വെച്ച് കൊടുത്താണ് കൊറേ ഇതായത് സീനായത്. സത്യം പറഞ്ഞ മറ്റേമാരോട് മറ്റേ റോസ്റ്റ് ചെയ്യുന്നവന്മാരുടെ കൂടെ പോയി ഇരുന്നതാണ് ഇവര് ചെയ്തൊരു തെറ്റ്. ഇടയ്ക്ക് പുള്ളിക്കാരന് കുറച്ച് ഹേറ്റ് വന്നത് ആ അണ്ണാമണികളുടെ കൂടെ പോയി ഇരുന്നിട്ടാണ്. പ്രേമലുള്ള പുള്ളി തന്നെയാണ്, അത് തന്നെയാണ്. ഉള്ളായിരുന്നു ആ TV തീട്ടങ്ങള് എങ്ങനെ അടിച്ചു? ഇതാരാ ഉള്ളായിരുന്നു ആ TV തീട്ടങ്ങള് എങ്ങനെ അടിച്ചു? നിന്റെ അച്ഛനെ കുനിച്ചു അടിച്ചു അവിടെ കണ്ടില്ലായിരുന്നു നീ? ലൈവാണ് ഞാൻ. അയ്യോ എടാ ഗട്സില്ലേ പറയല്ലടാ. ഞാനിപ്പോ ലൈവല്ലേ, ആദ്യം തന്നെ നിന്നെ തന്തയ്ക്ക് വിളിച്ചില്ലേ? എടാ ഗട്സില്ലേ ഇങ്ങനെ സംസാരിക്കാൻ നിക്കല്ലേ? സത്യം You're still too weak. You don't have enough hate. TV തീട്ടങ്ങൾ എങ്ങനെ അടിച്ചത്? ജാതി വെടലകള്. എന്നാ എന്തേലും ചെയ്തിട്ടാണോ? അതല്ല. ഒരു കളി നമ്മൾ ജയിച്ച സമയത്ത് ഇന്നലെ മെനഞ്ഞാന്നാണല്ലോ, ഇന്നാണേലും ഇന്ന് മാസ് ജയിച്ച മാസിനെ അപ്രീഷിയേറ്റ്, വെൽ പ്ലേഡ് എന്ന് പറഞ്ഞിട്ടാ വന്നേ. അത് പറയാനുള്ളൊരു ഇത് കാണിക്കണം. അറ്റ്ലീസ്റ്റ് എത്രയൊക്കെ ഇത് റിവലറി ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് പറയണം. എന്തായാലും നിന്റെ ഒന്നും തന്തയെ കുനിച്ചിരുത്തിട്ടല്ലല്ലോ ജയിച്ചത്. മനസ്സിലായ? അതെങ്കിലും കാണിച്ചാൽ മതി. അതെങ്കിലും ജയിച്ചാലും നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. തീട്ട പട്ടികള്. എടാ ഇത് ഭയങ്കര വൈദ്യുതി കണ്ട നമ്മുടെ നാട്ടില് രാജ്യത്ത് വന്നിട്ട് മാത്രം ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. എത്ര രാജ്യങ്ങൾ അവര് രണ്ടുപേരൂടെ കറങ്ങിയ ആൾക്കാരാ.
നമ്മുടെ ജീവിതം നമ്മുടെ എല്ലാരും വിചാരിക്കും നമ്മൾ ഇവിടെയുള്ള എല്ലാരും ഇങ്ങനെയുള്ളവന്മാരാണെന്ന് വിചാരിക്കും. സത്യം ഇപ്പം ഇത് നോർത്ത് ഇന്ത്യ ആയിക്കോട്ടെ സൗത്ത് ഇന്ത്യ അത്രയ്ക്ക് ഡീസന്റ് ഒന്നും അല്ല. എല്ലാം പറയാം നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ കുറെ എണ്ണം ഉണ്ട്. മറ്റേ പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു തുള കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കണ കുറെ കുണ്ണാളുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇവര് വേറൊരു രാജ്യത്തു നിന്ന് ഇത്രയും രാജ്യം പോയിട്ട് നമ്മുടെ രാജ്യത്ത് വന്ന ആൾക്കാരാ. ഇവര് ത്രൂ ഇന്ത്യയിൽ ഇനി ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് റേപ്പിസ്റ്റ് ആൾക്കാരുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ, അതായത് ഒരു പെണ്ണിന് സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവര് ത്രൂ വെളിയിലോട്ട് അറിയാൻ പോണേ. മനസ്സിലായോ? ഈ ഇൻസിഡന്റ് ത്രൂ വെളിയിലോട്ട് അറിയാൻ പോണത് അങ്ങനെയാണ്. കഷ്ടമാണ് ഇവനൊക്കെ. എങ്ങനെയാണ് അവന്റെ ഫോട്ടോ കിട്ടി, പുള്ളിക്കാരി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ കിട്ടില്ല, അവൻ ഒളിവില്ല. അവന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെന്തോ പിടിച്ചെന്ന് തോന്നുന്നു. രണ്ടുപേരെന്തോ പിടിച്ചില്ലേ കൈസ? ഇത് കണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. പിന്നെ അതിന്റെ അപ്ഡേറ്റ് കണ്ടില്ല. എല്ലാരും നോക്കി. ആക്ഷൻ ഉണ്ട്, ആക്ഷൻ ഉണ്ട്. 7 പേരുണ്ട്. 7 പേരുണ്ടായിരുന്നാ പറഞ്ഞത്. 7 പേരുണ്ടെന്നാ പറഞ്ഞത്. ഇവര് ഈ പറയണത് പോലെ മറ്റേ വേറെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ ഈ പെട്രോൾ ബങ്കറിലും ബാക്കി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് അടിച്ച് ശീലിക്കണത് പോലെ നമ്മുടെ നാട്ടിൽ അത് നടക്കത്തില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ അറിയാലോ, നോർത്തിലൊക്കെ സൗത്ത് ഫുൾ ആയിട്ട്, പക്ഷെ നോർത്തിലൊന്നും നടക്കൂല. നോർത്തിലൊക്കെ ഭയങ്കര പ്രശ്നോ. ഇപ്പൊ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഹോൾ ഇന്ത്യ എന്നുള്ള രീതിക്ക് അത് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഒന്നും വരത്തില്ല. അന്നേരം അവിടെ വേറെ ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? ഇത് ഇന്ത്യയിൽ നടന്ന കാര്യമാണ്. നമ്മൾ നീറ്റാണ്, നോർത്ത് ഇന്ത്യയിലുള്ളവന്മാരാണെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല അളിയാ. ഈ പേര് നമുക്ക് തന്നെ കിട്ടും അവിടെ. പക്ഷെ ഇത് ഈ സംഭവം സ്ഥിരം ഉള്ളതാണ്. ഇപ്പൊ കൊറേ സീനുണ്ട് ഇതുപോലത്തെ. 10 lakh കോമ്പൻസേഷൻ കൊടുത്ത് വിട്ടെന്ന് വന്നിട്ട് പറയാല്ല. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നല്ലേ മച്ചാൻ. ഇതെന്തിരുന്ന് പ്ലേ ആയില്ല. ബൈക്കാരുടെ തെറ്റാണ് എന്തായാലും. ഭാഗ്യത്തിന് எதுவும் பண்ணாம இருந்து பாருங்க. അവ അനങ്ങുന്നില്ല. எதுவும் பண்ணாம അങ്ങനെ എന്തിനു നടന്നതുപോലും അറിയത്തില്ല. Me when this song. മൂന്നുപേരെന്താ അറസ്റ്റ് ചെയ്തു അതില് ആ കേസിന്റെ. ഒന്നിച്ച് നമുക്ക് പോകാം, ഒന്നിച്ച് നമ്മൾ പോയാൽ വിജയം നമുക്ക്. അറിയില്ല. മഞ്ഞുമല ശിഖണ്ഡിയിലേക്ക്. മഞ്ഞുമല ശിഖണ്ഡിയ മഞ്ഞുമല നായിന്റെ പോലെ പറഞ്ഞില്ലോട് പറഞ്ഞ കേൾക്കൂലേ? അപ്പൊ അങ്ങനെ ഒരുത്തൻ വേട്ടക്കാരൻ. ഇതേ പറ്റി വേട്ടക്കാരൻ ജാവിയമ്പോട്ട് കുത്തുവാൻ നോക്ക്, മൊത്തം കെവിന്റെ സൈസ് ഉണ്ട് അതിന്റെ സാധനത്തിന് പോലും. നോക്ക്, എന്ത് എനിക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇതൊന്നും കണ്ട് ഇത് മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ ഡെയിൻ ആണെന്നാ തോന്നുന്നത്. ഇത് രാജപാളയല്ല, ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെയിൻ ആണ്. എടാ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇതൊന്നും കണ്ട് മേടിക്കരുത്. ഞാൻ ഇപ്പോഴും പറയാം, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു ഡോഗിനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അതിനെ മറ്റേ ട്രെയിൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യണം, ഫുഡിലും ഡയറ്റിലും ഒക്കെ. വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ ഏൽപ്പിച്ചാൽ അത് പാപ്പം തിന്നാൻ കൈയോട്ട് സെറ്റപ്പ് ആയി മാറിക്കഴിഞ്ഞു.
ചോറൊക്കെ തിന്ന് മമ്മി ഇപ്പൊ അയ്യോ അന്ന് വിറ്റായിരുന്നു ഈകളെ അന്ന്. ഇപ്പൊ മോളി ഇരിക്കല്ലായിരുന്നു നമ്മള് താഴെ ഗേറ്റിന്റെ അവിടെ ആരെല്ലാം വന്നു കഴിഞ്ഞാ പയ്യൻ വിളിക്കും, വാ 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 ഇങ്ങ് വരാൻ പറയും. എന്നിട്ട് ഇത് തുറന്ന അതാണ് അവന് പട്ടിക്ക് അവന് സംസാരിക്കാൻ അറിയായിരുന്നെങ്കിൽ അവൻ ആദ്യം പറയണത് അതാണ്, ഗേറ്റ് തുറന്നു ഞാൻ വെളിയിൽ പോട്ടെ. അതാണ് അവൻ നീ കള്ളന്മാര് വന്നാലും നീ വീട്ടിൽ കയറി എന്നെ വെളി വിട്ടാ നീ അകത്തോട്ട് പൊക്കോ, ഞാൻ ആരോടും മിണ്ടൂല, ഞാൻ പൊക്കോളാം, എവിടെയെങ്കിലും പൊക്കോളാം എന്ന് പറയാൻ. പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോ ലക്കിയെ കുറിച്ച് ടെററായിട്ട് കണ്ടാ രണ്ട് കൈ ഉണ്ടായിട്ട് നമുക്ക് ഒരു ഔട്ട്ലൈൻ എങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മറ്റേ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഇതിനകത്ത് കിഡ്നി വരച്ചോണ്ട് പോയിട്ടെ എന്റെ ഹാർട്ട് വരെ അയാൾ വലിച്ചൂരിയതാണ് മറ്റേ റെക്കോർഡില്. എന്റെ അളിയ ഇതൊക്കെ എന്ത് കഴിവാണടാ എന്റെ അമ്മോ. വരയ്ക്കാൻ പറഞ്ഞപ്പോ ഷർദില് വരച്ചു കാണിക്കുന്നു. അതങ്ങനെ തന്നെടാ, രണ്ടൊന്നും എളുപ്പം അത് കറക്റ്റായിരുന്നു, അതങ്ങനെ കുറച്ച് തക്കാളി കറി. എന്താണ് പറഞ്ഞ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ റേപ്പ് കേസും അത് ചൈൽഡ് റേപ്പും ഒക്കെ കുറയും. നോട്ട് സപ്പോർട്ടിംഗ് കണ്ടീഷൻസ് അങ്ങനെയാണ് കുറെ പേര് കഴിവ്. അതെ സത്യമാണ് അത് പറഞ്ഞത്. ബ്രോ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്പായിലോ മറ്റേ ഇതിലോ ഒക്കെ എന്തെങ്കിലും ഈ പറയണത് പോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മീഡിയാസ് ആദ്യം പറയണതെന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കുക. അല്ലെങ്കിൽ ഇത് കാശ് കൊടുത്ത് പോകുന്നവന്മാരെ അതിന് പോയി അവന്മാരുടെ കഴ തീർക്കട്ടെ. പകുതി ഇതും തീരും. ഇവിടുത്തെ നാട്ടിലത്തെ പ്രശ്നം കുറെ അവന്മാരുടെ കഴപ്പങ്ങ് തീരും. അതിന്റെ പുറകെ പോയി അത് പൂട്ടിക്കാതിരുന്നാൽ മതി. ഇഷ്ടമുള്ളവൻ പോട്ടെ, വേണ്ടാത്തവൻ പോകണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയല്ലേ സിഗരറ്റും മദ്യം ഒക്കെ ഇവിടെ വെക്കുന്നേ. ഇഷ്ടമുള്ളവൻ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലാത്തവൻ വാങ്ങിക്കണ്ട. ഈ കഴയുള്ളവന്മാരെല്ലാം അങ്ങനെ പോട്ടെ, കുറെ എണ്ണം അങ്ങനെ പോയി തീർക്കട്ടെ. അവന്റെയൊക്കെ വഴിയെ പോണ പിള്ളേരെങ്കിലും സേഫ് ആവുമല്ലോ. വഴിയെ പോണ പിള്ളേർക്കെങ്കിലും അല്ലെങ്കിൽ വെളിയിൽ നടക്കുന്ന പെണ്ണുങ്ങൾക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഇങ്ങനെ റേപ്പ് ചെയ്യുന്നവന്മാരൊക്കെ ട്രാൻസ് ജെൻഡർ ചെയ്ത് വിടണം. ട്രാൻസ്ജെൻഡർ ചെയ്ത് വിടണമെന്നാ? ഓ, അവനാണായിരുന്നിട്ടല്ലേ ഇത്രയും കഴിപ്പം, അവനെ പെണ്ണാക്കി അങ്ങ് വിടണം സർജറി ചെയ്ത്. നിന്നെ കൊണ്ടുപോകും. അല്ലേ എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അഭിപ്രായമാണ് ആക്ച്വലി. അവരൊരു സ്ത്രീയാവുമ്പോ അവനെ ബാക്കിയുള്ളവർ എങ്ങനെ നോക്കി കാണുന്നു അവൻ അപ്പോഴേ പഠിക്കുള്ളൂ. അങ്ങനെ അങ്ങനെ ചിന്തിച്ചു. ബാബുനെ നാളെ മഹാരാജാസ് കോളേജിൽ നിന്ന് വിളിക്കും, ഉറപ്പാണ്. ഒരു സംശയം വേണ്ട. മഹാരാജാസിലെ പിള്ളേര് നാളെ വരും. അല്ല എന്തായാലും ഞാൻ പറഞ്ഞ തെറ്റുണ്ട്. ഒരു സ്ത്രീയുടെ പഠിക്കണം. കൺസെപ്റ്റ് മനസ്സിലായി, പക്ഷെ അങ്ങനല്ലേ അത് നീ പറഞ്ഞത് തെറ്റിപ്പോയി. അവൻ ഉദ്ദേശിച്ചത് എന്താ പറയാ ഗൈസ്, ഇവനെയൊക്കെ ഒരു പെണ്ണാക്കി വിടണം. അപ്പൊ ഒരു പെണ്ണ് ഫേസ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അവര് ഫേസ് ചെയ്ത് പഠിക്കുന്നു. മനസ്സിലായോ? അതാണ് അവൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒരു പെണ്ണിന്റെ വേഷം കെട്ടിച്ചു വിട്ടാ അപ്പൊ അവന് എന്തറിയാവുന്ന പെണ്ണിന് കഴിയുന്ന പാട് എന്താറിയാന്നാണ് ഉദ്ദേശം. അതെ പോട്ടെ, കുഴപ്പമില്ലടാ. എന്തായാലും ഇപ്പൊ വരാണോ? വാട്ട് ഈസ് ഹാപ്പനിങ്? കൊടുക്കണ പൈസ മുതലാണ്. വേറെ ഒരു പാട്ടെ, ഈ ഒരു എക്സ്റ്റൻഷനിൽ നിന്ന് വേറെ എക്സ്റ്റൻഷൻ എടുക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. വീട് കത്തും നിന്റെയൊക്കെ വീട് കത്തും. ഒരു എക്സ്റ്റൻഷനിൽ നിന്ന് വേറൊരു എക്സ്റ്റൻഷൻ എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് പറയണത് പോലെ ഒരേ ക്വാളിറ്റിയുള്ള അത്രയും പവറുള്ള എക്സ്റ്റൻഷനിൽ നിന്ന് എക്സ്റ്റൻഷൻ എടുക്കാൻ പാടില്ല. ഒരു എക്സ്റ്റൻഷൻ മെയിൻ സോക്കറ്റിൽ നിന്ന് മാക്സിമം ഒറ്റ എക്സ്റ്റൻഷൻ എടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് കുറച്ച് ദൂരം ഉള്ളിടത്തോട്ട് വലിയ വയറുള്ളത് എടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ കോളേജാണ്, ഇതൊക്കെ പഠിക്കാൻ തന്നെയാണോ പോണേ? ഓവർലോഡ് ആകും. മിനി ബോംബാണ്. അണ്ണന് മടിയാണെണ്ണ, കുറച്ച് കണ്ടാൽ സെറ്റ് ആയിക്കോളും. ഒരു മൂവിയുടെ ഹാഫ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. അണ്ണൻ ഒരു 1 സീസൺ ഫുള്ള് കണ്ടു നോക്കെ, യു ലവ് ഇറ്റ്. ഡെമോൺ സ്ലെയർ.
ബിഗിനേഴ്സിന് പറ്റിയതാണ്. കാർട്ടൂൺ എന്ന് പറയരുത് പ്ലീസ്. ഇൻ ദിസ് വേൾഡ് ഫുൾ ഓഫ് സീരിയൽ ഗ്രാൻഡ്മ. I don't know what I got. സത്യം തെങ്കനും ലാനും ശങ്കരനാ? എനിക്ക് ഈ ലോകത്ത് ആനിമ ഇരുത്തി കാണിപ്പിക്കാൻ പറ്റാത്ത രണ്ടൊരു ഇവന് ഒരെണ്ണം മാലു. അവളാണെങ്കി കിടന്ന് ഉറങ്ങി അത് മാത്രല്ല, എന്റെ ചാറ്റിൽ കുറെ ലെജൻസ് ഉണ്ട്. രംഗനും ചങ്ങനും ഒന്ന് മടിയുണ്ടല്ലോ ബ്രോ. അത് എനിക്കത് ആ റെഡ് ബാർ ഇങ്ങനെ ഫില്ലാകണം. ഈ ബാർ ഇവിടുന്ന് ഇവിടെ വന്ന് ഫുൾ ആവണം, എന്നാലേ സൈറ്റിൽ ഓടാവുള്ളൂ. പണ്ട് സ്ഥിര സെർച്ച് ചെയ്യാൻ എന്താണ് കൊണ്ട് തന്നെയാണ്. അല്ല പിന്നെ നോക്കിയിരുന്ന് അല്ലല്ല, ഞാൻ വേറെ ഈ സമയത്ത് ഏറ്റവും പേടിയുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാവോ? അല്ല, നമ്മളെല്ലാം പേടിപ്പിച്ച് വെച്ചിരുന്ന മെയിൻ ഒരു കാര്യം എന്താന്ന് പറയട്ടെ ഞാൻ. റീചാർജ് കൂപ്പൺ കൈകൊണ്ട് ചുരണ്ടിയ ക്യാൻസർ വരും. അതുകൊണ്ട് കോയിൻ വെച്ചാണ് ചുരണ്ടത്. കൈ വെച്ച് ചുരണ്ടിയ ക്യാൻസർ വരുമെന്ന് എല്ലാരും പറഞ്ഞ് പേടിപ്പിച്ച് നമ്മള് കോയിൻ വെച്ച് അതൊക്കെ ഒരു കാലം. ഡൗൺലോഡ് ചെയ്യണ ആ റീചാർജ് ആണ് മേടിച്ചത് നമ്മള്. എത്ര 350 MB 150 MB എത്ര MB ആയിരുന്നത്? അല്ല 100 MB. അല്ല പണ്ടൊക്കെ 500 MB കിട്ടും. പിന്നെ കുറഞ്ഞ് അത് 150 പിന്നെ 90 ലാസ്റ്റ് ആയപ്പോ. എത്ര ദിവസം ബ്രൗസ് ചെയ്യാണ്ടാവുമല്ലേ? എത്ര ദിവസം ഐഡിയ കടം തരുന്നത് അറിയാവോ? നെറ്റ് കടം തരും ഭയങ്കര പൈസ. അടുത്ത റീചാർജ് പിടിക്കുക. ഐഡിയ നെറ്റ് കടം തരുമായിരുന്നു. ഐഡിയ നെറ്റ് ഹാൻഡി ഹോട്ട് ഒരാളെ ബർത്ത്ഡേ വിഷയോ ഡെബിൻ ബ്രോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഡെബിൻ ബ്രോ ഹാപ്പി ബർത്ത്ഡേ. സ്കില്ലാണോ കഴപ്പാണോ? എനിക്ക് പെരുക്കുന്നുണ്ട്, ദൈവം കേറാൻ പോലും പറ്റില്ല നമുക്ക്. അവസാനം കൈവിട്ട് താഴോട്ട് ഞാൻ തലയിറങ്ങി ചാവും. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാ. ഇത് മാറ്റാനാണ് ശരിക്കും പറഞ്ഞാൽ സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ പോയത്, എന്നിട്ടും മാറിയില്ല. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാ. അല്ലല്ല അതല്ല റിബലെ, മറ്റേ ദുബായില് മറ്റേ ഒരു ഇതുണ്ടല്ലോ, ഒരു ടവർ മറ്റേ ഫ്രെയിം ദുബായ് ഫ്രെയിം. നീ പോയിട്ടുണ്ടോ അതിനകത്ത്? ഉയ്യോ ഗൈസ്, ദുബായ് ഫ്രെയിമിന്റെ അടിയിലെ ഗ്ലാസ് ആണ്. അതിൽ കൂടെ നടക്കാൻ പറഞ്ഞാ ഞാൻ നടക്കൂല. ഇത് സ്കില്ലാണ് സ്കില്ലാണ്, പക്ഷെ ഭയങ്കര റിസ്ക് എടുക്കണേ. എനിക്ക് ആ ദുബായ് ഫ്രെയിമിൽ അടിയിൽ ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് നടന്നു പോവാം. പക്ഷെ താഴെ മറ്റേ മുതുകുഴിയാ, എനിക്ക് പേടിയാ. ഞാൻ ഞാൻ ചോദിക്കാം, ഗുണാക്കേവിലെ കുഴി വീണ് പോയ ആളിയാ നീ ഇറങ്ങുമോ രക്ഷിക്കാൻ? നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഞാൻ ഇറങ്ങൂല, ഞാൻ ഇറങ്ങിക്കും. ഞാൻ ഇറങ്ങില്ല.
ഞാൻ വിളിച്ചു വാസു എന്നാ ഞാനാ പറയാൻ പറ്റുമോ നമുക്ക് പോയാലോ ഗുണാജീവ് കാണാൻ പോയാലോ ബ്രോ പോയാലോ വിട്ടാലോ തെറിച്ചാലോ ഞാൻ ആ സ്ഥലത്തോട്ടില്ല. എടാ ഇല്ല എടാ ബാബു ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ പറയാൻ പറ്റൂല. നമ്മള് ഇപ്പൊ ഒരു 10 പേര് നമ്മൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാണല്ലോ അന്നേരത്തെ സിറ്റുവേഷൻ നമുക്ക് എത്ര പേടിയാണേലും നമ്മള് ചെയ്തു പോകണം. അതൊക്കെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ നിന്റെ ഇപ്പൊ നമ്മള് കൊണ്ടുപോവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ സരക്കെ, നമ്മളിപ്പോ ട്രിക്കിയെ കൊണ്ടുപോവാണെങ്കിൽ ഈ പറയണത് പോലെ നമ്മുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും കൊണ്ടുപോകുന്നത്. തിരിച്ചു വരുമ്പോ നമ്മളോടായിരിക്കും സരക്കെ ചോദിക്കണേ, നമ്മളത് ചെയ്തു പോകും. കഴിഞ്ഞ ദിവസം അല്ലേ മറ്റേ നീങ്ങനെ മറ്റേ മാമന്മാരുടെ അടുത്ത് അറിഞ്ഞപ്പോ കൈ കെട്ടി നോക്കി ചിരിച്ചോണ്ടിരുന്ന പയ്യനാണ് ഈ പറയുന്നത്. എന്ത് കേട്ടില്ല? മറ്റേ നീങ്ങനെ മറ്റേ മാമന്മാരെല്ലാം കൂടി എടുത്തിട്ട് അറിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ കൈ കെട്ടി നോക്കി മിണ്ടാത്ത പയ്യനാണ്. അങ്ങനൊന്നും അല്ല സീൻ. അടാ അത് മറ്റേ അന്നത്തെ കൊച്ചിയിൽ വെച്ചത്തെ പോടാ, അത് അങ്ങനൊന്നും അല്ല. അത് അങ്ങനത്തെ സീനൊന്നും അല്ല. നീ പറയണത് പോലൊന്നും അല്ല. അവിടെ അവൻ മണ്ടത്തരം കാണിച്ചത് അവൻ മുതുമണ്ടത്തരം. വേണ്ട അത് ലൈവ് പറയണില്ല കഴിച്ചാൽ, അത് ലൈവ് പറഞ്ഞാൽ ശരിയാവില്ല. സർക്കാർ അത് ലൈവ് പറയാനില്ല. അത് ഇപ്പോഴൊന്നും അല്ല, ഒരു 7-8 മാസമായി. 7 മാസമായി. ഇല്ല അതൊരു 7-8 മാസം മുമ്പത്തെ ഒരു കാര്യമാണ്. അത് വേണ്ട, അത് പറയണ്ട, അത് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് പാട്ട് മാത്രമേ ഉള്ളൂ. അല്ല അത് മറ്റേ ജയിച്ചപ്പോഴത്തേക്കൊന്നും ഇട്ടോ പറ ഗൈസ്, പറ. ഇല്ല ഗൈസ്, അത് പറഞ്ഞത് അത് നമ്മള് ഓൾറെഡി പറഞ്ഞ് സംസാരിച്ച് സോൾവ് ആക്കിയ കാര്യമാണ്. അത് വേണ്ട, അത് കുറച്ച് സീനായുള്ള കാര്യമാണ്. അത് വേണ്ട. മെന്നാണ് ഗുണാകവി ഇറങ്ങൂലാന്ന് ലൈവ് പറഞ്ഞു. നീയാണല്ലോ തീമ, എനിക്കറിയാം ആ കാര്യം എന്താണെന്ന്. വളർന്നു വരുന്ന കലാകാരൻ. പട്ടിയിറച്ചി തരാനാ? ഓ ഒരു ഇതൊക്കെ ഉണ്ട്, ഫ്ലോ ഒക്കെ ഉണ്ട്. വളർന്ന് വലിയ കലാകാരനായിട്ട് വരട്ടെ മോനെ. ഓൾ ദ വെരി ബെസ്റ്റ്. 5 minutes ബിഫോർ മൈ ഹോമി എൻഡഡ് എക്സാം ഹോൾ. തുണ്ടിലുള്ള എല്ലാം വരണമേ. എല്ലാ തുണ്ടുകളും എടുക്കാനുള്ള അവസരം, അതുപോലെ തുണ്ട് എവിടെയൊക്കെ വെച്ചതെന്നുള്ള ഓർമ്മ ശക്തി എല്ലാവർക്കും കൊടുക്കണമേ. ചന്ദ്ര അനുഗ്രഹിച്ചു വിടണേ പിള്ളേരെയൊക്കെ. തുണ്ടിലുള്ള എല്ലാം വരണമേ. എല്ലാ തുണ്ടുകളും നമ്മുടെ രണ്ടുപേരുടെ സ്പെഷ്യൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്റെ ചന്ദ്രൻ. എന്തിന്? മാമന്റെ പാട്ട് വൃത്തിക്ക് പാടുന്നത് കേൾക്കുന്നത്. അല്ല അതാ മൈക്കിന്റെ റിവർബ് എല്ലാം വരുമ്പോഴാണ് നല്ല നീറ്റ് ആവൂടാ വോയിസ്. നല്ല രസമായിരിക്കും അത് കേൾക്കാന്. അത് നന്നായി, ഈ പാട്ട് നന്നായിട്ട് പാടുകയും ചെയ്തു. നേരിട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു. ശ്വാസം കിട്ടാത്തൊരു അത് പുഷപ്പ് അടിച്ച പുഷപ്പ്. അത് ഇവിടെ കേൾക്കാം, ലൈവ് കേൾക്കാൻ തോന്നുന്നു. ലൈവ് കേൾക്കാം, അവർക്കൂടെ കാണുന്ന രീതിയിലിടാം. ലൈവ് കേട്ടോന്ന് പറയണേ. എന്തിന് റിവർ വിട്ടേക്കുന്നതിന്റെ എക്കോ അങ്ങോട്ട് ഇതരാ. இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன அவசரம் என்ன அவசரம் பொண்ணு. എനിക്ക് എന്റെ ശബ്ദം കൂടെ കേൾക്കണം. இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன அவசரம் என்ன அவசரம் நில்லு பொண்ணு. இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன அவசரம் என்ன அவசரம் நில்லு பொண்ணு. இன்னும் பேச கூட தொடங்கலையே നെഞ്ചമും കുഞ്ചമും നടയലായി പോയെന്ന വിട്ട്. എനിക്ക് പറ്റില്ല. അത് നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഡിലേ ഉണ്ടാവും ഗൈസ്. അത് ആ കരോക്കെ ഇട്ട് പാടുമ്പോ ഡിലേ വരും. ഓൾറെഡി അത് ഡിലേ വരും. അങ്ങനെയാണ്. He chose the path of It's like I want others. when people sit there and say it's just a game, dude. It's just a game. It's just a game, dude. It's just a game. Why are you losing your mind, bro? It's just a game. Yeah, it's just a fucking game. It's just a game.
I spent 10 minutes in queue, 30 minutes in game. This game is my life. അവസ്ഥ നോക്കണ്ട. ഈ ഗെയിമിന്റെ ടൈമും ഈ പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് ക്യൂയിങ് ടൈമും അതുപോലെ തന്നെ നമ്മൾ ആ ഗെയിമിൽ ഒരു ഗെയിമിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് നമ്മളെ ഇത്രയും മൈൻഡ് ഫക്ക് ആക്കുന്നത്. അതിന്റെ കൂടെ പോയിന്റിൽ വരുന്ന വ്യത്യാസം, അതിന്റെ കൂടെ അണ്ണാം പണ്ണി മരപ്പട്ടി മരയൊന്ന് മുംബൈ സെർവർ കൊളയട്ടകളെല്ലാം കൂടെ വരും. കിട്ടിയപ്പോ എന്റെ ഷോർട്സ് ഒക്കെ കണ്ട താല്പര്യമില്ല. അണ്ണ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. കൊള്ളാം. ഒരു വട്ടം കൊള്ളാന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ ഒരു വട്ടം പറഞ്ഞു, ഇനി വീണ്ടും പറയാൻ പറ്റില്ല. രാഷ്മിക ചേച്ചി പറഞ്ഞത് കേട്ടോ. ഇന്ത്യ ബോളിവുഡ് ആക്ട്രസ് രാഷ്മിക പ്രസന്റഡ് ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡ്സ് അറ്റ്. Good evening, ladies and gentlemen. As a big fan of anime, I see a lot of similarities with the movies back. അയിന് രാഷ്മിക പറഞ്ഞ ഞാൻ കാണണോ? രാഷ്മിക ആര്? നീ ഇനി ആനിമേ കണ്ട കാണരുത് നീ. അല്ല, ആർക്ക് കാണണം? രാഷ്മിക ആരാണ്? രാഷ്മിക പറഞ്ഞത് പറഞ്ഞ ഞാൻ ആനിമ കാണണോ? അത് പ്രൊമോഷനാണ്. രാഷ്മികന്റെ ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ആനിമേന്റെ ക്യാരക്ടർ ഉണ്ട്, അത് പ്രൊമോഷനാണ്. അല്ലാണ്ട് രാഷ്മിക ഇത് കണ്ടോണ്ടൊന്നും ഇരിക്കട്ടെ നാളെ പറ്റിക്കാൻ. എങ്ങനെ കാണാൻ ഞാൻ ഇവിടെ പറയണം. ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഇവിടെ ലൈവ് ഇല്ല. പിന്നെ ഈ ലൈവ് സ്ക്രീനിൽ വേറൊരു പെണ്ണ് ഇരിക്കുന്നതാണ് നിങ്ങൾ. വേറെ അതിൽ കൂടുതൽ എടാ എനിക്കും എൻ്റെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ 2-3 പേരെ നാളെ മാലുവിന്റെ അടുത്ത് പറയണം. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇതൊക്കെ ആനിമയിലുള്ള ഫുണ്ടുകളാണോ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞാൻ കേട്ടെ, ഞാൻ ഗെയിം ഇരിപ്പുണ്ട്. ഞാൻ സോറ എടുത്തോണ്ട് പോയനെ മയില് എന്റെ കാലൊടിഞ്ഞു. ഇതൊക്കെ ആനിമി ഫുണ്ടേഴ്സ് ആണോ ഇതൊക്കെ? അതെ എന്റെ ഒരു മങ്കിയുടെ ലിസ്റ്റ് ഉണ്ട് വലിയ, ഞാൻ മേടിച്ചായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ ഫോട്ടോ അടിച്ചുതരാം. വലുതല്ലേ ചെയ്യുള്ളൂ അല്ലേ? വായിക്കാത്ത സീൽ ചെയ്തത് ഒരാള് വേറൊരാളതാ ഇത്. അത് വിഷയ സാധനമാണ്. വിഷയ സാധനമാണ്. തരക്കണ്ണേടെ ഇരിക്കുന്ന വിഷയം ഫിഗറാണത്. ഗിയർ ഫോർ ലൂഫി. അത് എനിക്ക് കിൻപിൻ വീട്ടിലൊരു എയ്സ് ആയി. ഇപ്പൊ കുറച്ച് ആൾക്കാർ ചോദിക്കും നീ ആനിമ ഇഷ്ടം അല്ലെങ്കിൽ നീ എന്തിനാണ് ഇതൊക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇതാരും ഗിഫ്റ്റ് ഒന്നും അല്ല. ഇത് ഞാൻ എന്റെ കാശ് കൊടുത്ത് കടയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് എന്റെ ഷെൽഫിൽ വെക്കാൻ. എന്റെ ഷെൽഫ് അല്ല, നിന്റെ വീട്ടിലൊരു ടെഡി ബിയറിനെ നീ മേടിച്ചു വെക്കണല്ലോ കെവിനെ. ടെഡി ബിയറിന്റെ പേര് അഡ്രസ് അറിയോ നിനക്ക്? സൗണ്ട് കേട്ടോ, കക്കൂസ് ഇരിക്കണ സൗണ്ട് അത് വിശ്വ സാധനം. പക്ഷെ ആ കടയിൽ അത്ര വലിയ വില എടുത്ത് തോന്നിയില്ലല്ലേ സരക്കണ്ണ? എടാ എനിക്ക് അറിഞ്ഞടാ അത് ഗിയർ 5 ഗിയർ 5 അല്ല, അത് കൈയുടെ ഫേസ് ചെയ്യാൻ പോണ. ഹാക്കർ ക്ലിപ്സ് ഇൻ റെയിൻബോ 6 Days കൺവേർട്ടഡ് ടു ഹൊറർ മൂവി. ജസ്റ്റ് കണ്ടു നോക്ക്, ഫുൾ വീഡിയോ ആയിട്ടുണ്ട്. പക്ഷെ ഡൈനിങ് റൂം കിച്ചണൊക്കെയാണ്. എന്റെ അമ്മ കിച്ചണിന്റെ ഈ മേൽവശം പൊട്ടിയില്ല, ഇവിടെ താഴെ പൊട്ടിച്ചു പോവാം. ബ്രീച്ച് ചെയ്യാം. എൻഫോഴ്സ്മെന്റ് റീഇൻഫോഴ്സ്മെന്റ്. അയ്യോ ഇത് ഇയാളുടെ പേരെന്തായിരുന്നു? എടാ രായ കേക്കണില്ലടാ. കപ്കാനോ? കപ്കാൻ അങ്ങനല്ലേ? ഏതാ ആരാ ഇത്? സ്ലഡ്ജ് ഹാക്കറോ? കവേറ മാപ്പിന്റെ പേരൊക്കെ പറയുന്നായിരുന്നു. അല്ല മാപ്പല്ല, ക്യാരക്ടേഴ്സ് എല്ലാം ക്യാരക്ടേഴ്സാ. ഈ ഗെയിം ഞാൻ നിങ്ങളുടെ പറയാം. ഈ ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താ ഇതിലെ ക്യാരക്ടേഴ്സിന്റെ എബിലിറ്റി മാത്രം, നിങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സിനെ പഠിക്കാൻ തന്നെ ഒരു 1.5 വർഷം എടുക്കും. 1.5 വർഷം എടുക്കും മിനിമം ഒരു 1.5 വർഷം എടുക്കും എല്ലാ ക്യാരക്ടേഴ്സിനെ പഠിച്ച. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ടോപ്പ് യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ട് ക്യാരക്ടേഴ്സിനെ പഠിക്കുക. എല്ലാ ഏജൻസിനെയും കളിച്ച് നിങ്ങൾ ആപ്റ്റായി വരണമെങ്കിൽ അത്രയും സമയം എടുക്കും.
അത്രത്തോളം ക്യാരക്ടർ ഉണ്ട്. ഏതാ ഗെയിം? റെയിൻബോ സിക്സ് സീജ് ബ്രോ. ഞാനും കീരിയൊക്കെ കണ്ടുമുട്ടിയ ഗെയിം. ഞാൻ ആദ്യമായിട്ട് ഗ്രൈൻഡ് ചെയ്യണ ഒരു FPS ഗെയിം. ജോസഫ് ഒരിടത്തൊരു കിളി ഉണ്ടായിരുന്നു. ആ കിളി വലിയൊരു മരം കണ്ടു, നല്ല ബലമുള്ള ബ്രാഞ്ചസ്. എന്റെ കൂട് ഞാൻ ഇവിടെ കൂട്ടാം എന്ന് കരുതി അവിടെ ഒരു കൂട് കൂട്ടി. പക്ഷെ അവിടെ ശക്തമായൊരു മഴ പെയ്തു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ. ബലമുള്ള ശിഖരമായിരുന്നു, പക്ഷെ ഇലകൾക്ക് വലിപ്പമില്ലായിരുന്നു. മഴ ആഞ്ഞു പെയ്യുന്നു, അത് പൊന്നുപോലെ കൊണ്ടു നടന്ന ആ കൂട് തകർന്നു പോകുന്നു. നിരാശയോടുകൂടി ഈ കിളി പിന്നെയും പറക്കുകയാണ്. അത് പറന്ന് വലിയ ഇലകളുള്ള ഒരു മരം കണ്ടെത്തുന്നു. അവിടെ കൂട് ശ്രദ്ധിച്ച് മഴ പെയ്താൽ വെള്ളം കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് പണിയുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാവുന്നു. ആ കൊടുങ്കാറ്റിൽ അത് മരം കുലുങ്ങി എന്റെ കൂട് പിന്നെ നഗരാണ്. ഇനി തനിക്കൊരു കൂടില്ല, മടുത്തു എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി അതിങ്ങനെ പറന്നു എന്നോ ഒരിക്കൽ ഏതോ ബ്രാഞ്ചിൽ പോയിരുന്നു. അന്ന് ഭയങ്കരമായ മഴ പെയ്തു, കാറ്റടിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ അതിരുന്നിടം നനഞ്ഞിട്ടില്ല. കാറ്റത്ത് ആ ചില്ലകൾക്ക് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ആ കിളി അവിടെ കൂടുകൂട്ടി സന്തോഷമായി അവിടെ ജീവിച്ചു. ഞാൻ എന്റെ ബ്രേക്കപ്പ് കഥ പറഞ്ഞപ്പോ ചൈനയിലുള്ള പെൺകുട്ടി എന്നോട് പറഞ്ഞു, ജോസഫ് നീ കിളിയാണ്, നീ കൂട് ശ്രദ്ധിച്ചും പ്രതീക്ഷയോടും കൂടി ഉണ്ടാക്കിയെടുത്തൊരു കൂടാണത്. അതായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും, പറക്കുക, ഫ്ലൈ. എല്ലാരും കയറുമ്പോ ഇതിലോട്ട് വന്നാൽ കേട്ടോ നമ്മള്. എടാ അല്ല സരക്കെ, നീ ഒന്ന് എന്റെ ലൈവ് ഒന്ന് നോക്കുവാടാ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. എനിക്ക് 5 മിനിറ്റ് സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയർ ഒരു കളി ഒരു മാച്ച് ഞാൻ ഒരെണ്ണോടെ നോക്കിട്ട് വരാമേ. ഈ വാസണ്ണൻ കമന്റഡ് ഓൺ ദിസ് മാച്ച് ഐ വിൽ സ്റ്റഡി ഫോർ എക്സാം. ഞാൻ പോയി പഠിക്കുമായിരുന്നു പറഞ്ഞല്ല, എന്തൊരു പഠിച്ച അവനും കൊള്ളാം. എന്റെ കമന്റ് നോക്കിയിരിക്കണം അവൻ പഠിക്കാൻ പോവാൻ. അടിച്ച് നിന്നെയൊക്കെ ഇനി കമന്റ് നീ കൊണ്ടുവന്നിട്ടാ നീ ഒന്നും പഠിക്കണ്ടെന്ന് ഞാനങ്ങ് മനസ്സിൽ വിചാരിക്കും. മനസ്സിലായി? ഞാൻ കമന്റ് പോലും ഇടത്തില്ല. നീ ഒന്നും പഠിക്കണ്ട. നീ കമന്റ് ഇട്ടിട്ട് പഠിക്കാനാണെ പഠിക്കാം. ആർക്ക് വേണ്ടി പഠിക്കണം നീ? എനിക്ക് വേണ്ടിയാ അവന്റെ ഒക്കെ. ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോഡ് റിയാക്ഷൻസ്. അപ്പൊ ഇന്ന് PUBG PC സ്ട്രീം ഉണ്ടായിരിക്കുന്നതായിരിക്കും. PUBG PC നമ്മൾ കളിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ സരക്ക് ലൈവ് നോക്കിക്കോളും. ഒരു 10 മിനിറ്റ് സരക്കോടുണ്ട്.